സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. എന്താണ് പ്രവചനം? പ്രവചനം എന്ന് പറയുന്നത് തന്നെയല്ല പ്രവചനം. നീ തന്നെ ഒരു പ്രവചനമായി മാറണം. കാരണം ഈശോ ആയി മാറുക എന്നുള്ളതാണ് പൗലോസ്ലിയ മനസ്സിലാക്കിയത്. പൗലോസ് പറഞ്ഞു, ഇനി മുതൽ ഞാനല്ല, എന്നിൽ യേശുവാണ് വസിക്കുന്നത്. ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അവൻ്റെ പ്രവചനത്തിനനുസരിച്ചുള്ളതാകണം. അല്ലെങ്കിൽ അവൻ്റെ പ്രവചനം ശരിയായ രീതിയിലുള്ള പ്രവചനം അല്ല. പ്രവചിക്കുന്ന രീതിയിൽ അവനെ ജീവിക്കുവാൻ പഠിക്കുമ്പോഴാണ് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുക. ഇപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് എന്താണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് പറയുന്നത്. ഉടനെ അവർ പറയുന്ന ഒരു കാര്യം, നീ സ്നാപയോഹന്നാനാണ്, അതായത് നീ ഏലിയയാണ്. കാരണം അവരൊക്കെ ജീവിച്ച അതേ രീതിയിൽ ഇതാ അവൻ ജീവിക്കുന്നു. അല്ലെങ്കിൽ അവനൊക്കെ യേശു ജീവിക്കേണ്ട രീതിയിലാണ് ജീവിച്ചത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അതുപോലെ ജീവിക്കുമ്പോഴാണ് പ്രവചനം അനുഗ്രഹമാകുക. അല്ലെങ്കിൽ വലിയ ഗുണ്ട ചെറിയ ഗുണ്ടയെ പേടിപ്പിക്കുന്ന പോലെ ആവുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള സത്യമായ ശുശ്രൂഷയുമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.